ശരിക്കും ഇപ്പൊ എന്താ കാര്യം ചേച്ചി അത് പറയും. അച്ഛന് വിഷമം കാരണം ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ലെന്ന്. അല്ല അപ്പൊ അച്ഛൻ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. അല്ല അപ്പൊ കടയൊന്നും കണ്ടുപിടിച്ചില്ല? എടാ കടയൊക്കെ കണ്ടുപിടിച്ച് അച്ഛൻ ഭക്ഷണം കഴിക്കാത്ത കാര്യം നമ്മളോട് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അച്ഛനെ കുറ്റപ്പെടുത്തിയെന്ന്. പിന്നെ ഇതേ ഈ മണ്ടനും അച്ഛനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്ന്. ചേട്ടാ എന്താ അച്ഛനെ വിളിച്ച് പറഞ്ഞു? ഞാൻ എന്തോന്ന് പറഞ്ഞു? അച്ഛൻ മൊത്തം എന്നെയാണ് പറഞ്ഞത്. ഇത് കൊള്ളാലും ഇപ്പൊ ബാധി പ്രതിയായ ആ അവിടെ കഥാപ്രസംഗം നടത്തിയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്. വരാമേ കഷ്ടം. ആ ഫോണിൽ തന്നെ അമ്മ ഈ അച്ഛൻ എന്തോ നമുക്ക് കുഴപ്പം? നീ അച്ഛനോട് ചോദിക്കടാ, എന്നോടാണോ ചോദിക്കണത്? അമ്മ വരണ്ട. നീ എന്നെ ഭരിക്കാൻ വരണം അതിനിടക്ക്. ഇത് കഷ്ണമാണ്. എന്നെ എന്തിനാണോ? കഷ്ണമല്ലടാ കഷ്ടം. മൊത്തത്തിൽ എല്ലാത്തിനും പിടിച്ച് ഇടിച്ച് കഷ്ണമൊക്കെ ഞാൻ പൊക്കോളും. എന്ത് കഷ്ടപ്പെടാ ഇത്? നീ മതി. അമ്മ ഞാനൊരു കാര്യം പറയാം. ഇന്നേ ഒരു അനാവശ്യ കാര്യങ്ങൾ ഇന്നേവരെ തലയിട്ടിട്ടില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. പിന്നെ നിവൃത്തിയോട് എനിക്ക് ആകുമ്പോൾ അച്ഛനടുത്ത് എന്തെങ്കിലും പറയും. അപ്പോഴേക്കും അച്ഛൻ എന്നെ പറഞ്ഞ് ഇല്ലാണ്ടാക്കും. ആ സ്വഭാവം എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറയണേ. നടക്കില്ലത്. ഇങ്ങനെ പോണെങ്കിൽ ചേട്ടന്റെ അവസാനം മിക്കവാറും അച്ഛനായി കൊണ്ടായിരിക്കും. ഡാഡി നിർത്തടി, നീ കുറെ നേരമല്ല. എന്തായാലും നിങ്ങളുടെ അച്ഛന് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും അതെല്ലാം നമ്മളടുത്തേ കാണിക്കുള്ളൂ അല്ലേ? അതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും അച്ഛൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അതങ്ങനെ തന്നെ ആയിരിക്കും. ആ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അച്ഛൻ എന്ത് പറഞ്ഞാലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ്. അങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് ഈ പറയണ ആള് വിട്ടുകൊടുക്കണ ഞാൻ കണ്ടിട്ടില്ലല്ല. അയ്യോ അത് നിനക്കറിയില്ലേ? എന്ത് സത്യം പറഞ്ഞ അതൊരു പൊടി നമ്പറാണ്. ഒന്ന് പിടിച്ച് നിർത്തിയില്ലെങ്കിൽ തലേ കയറും. ഒന്ന് പിടിച്ച് നിർത്തിയില്ലെങ്കിൽ തലേ കയറും. അതുകൊണ്ടാണ് ഒന്ന് വരട്ടി നിർത്തിയിരിക്കണേ. അത്രേ ഉള്ളൂ. അതെന്തോന്ന്? എനിക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റും. ഞാൻ നോക്കട്ട്. നമ്മൾക്ക് ഇപ്പോഴും പിള്ളയാണെന്ന് വിചാരിച്ചു. ചേട്ടാ എന്തോന്ന് ചേട്ടാ അത്? നമ്മളെല്ലാവരും തണുത്ത് വരുമ്പോ ചേട്ടൻ കത്തി കയറുവാണ്. ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനപ്പുറം ഇറങ്ങിക്കോണം. അടി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എനിക്കൊരു വിഷയമില്ലടാ. അമ്മ അച്ഛൻ എൻ്റെ അടുത്തുള്ള നിലപാട് മാറ്റാതെ ഇനി അവിടെ നിൽക്കില്ല. മാറ്റം വരുത്തി പറ്റൂ. ചേട്ടാ ദേ അച്ഛന്റെ കോള് കണക്ട് ആയിട്ടുണ്ട്. നീ അച്ഛനെ എപ്പോ വിളിച്ച്? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ എന്റെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. ചേട്ടനല്ലേ പറ ചേട്ടന്റെ വിഷമങ്ങളൊക്കെ അച്ഛൻ അറിയണമെന്ന്. ഇതിപ്പോ കേട്ടിട്ടുണ്ടാവും, കേട്ടു കാണും. എന്നാ സംസാരിക്കും. അമ്മ സംസാരിക്കുമാ. ഹലോ അച്ഛാ, ചേട്ടന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ മനസ്സിലായില്ലേ? ഇതേ ചേട്ടനെ സംസാരിക്കൂടെ അച്ഛനോട്. എനിക്കൊരു പ്രശ്നമില്ല. അമ്മ ഒന്ന് സംസാരിച്ചമ്മ. അത് വേറൊന്നുമല്ല, നിങ്ങളെ നിലക്കിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് വിഷ്ണു പറഞ്ഞു. അപ്പൊ അതവന്റെ ഞാൻ കൊടുക്കാം. സംസാരിച്ചോ. ഹലോ അച്ഛാ, സുഖല്ലേ? അച്ഛൻ നിർത്തച്ഛ. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ? അച്ഛൻ എനിക്ക് ആരും നിലക്ക് ഇരുത്തണ്ട. എനിക്ക് സമാധാനത്തോടെ ജീവിച്ചു പോയാൽ മതി. എന്തോന്നാണ് എന്നെന്തിനാ ഇങ്ങനെ എല്ലാരും ഇട്ട് കൊടുക്കണത്? അച്ഛൻ എന്ത് പറഞ്ഞടാ? അല്ല അച്ഛൻ ദേഷ്യത്തിൽ പറയണേ. ഞാനല്ല, എന്റെ അച്ഛൻ വിചാരിച്ചാൽ അച്ഛനെ നിലക്ക് ഇരുത്താൻ പറ്റില്ല. നിന്റെ അച്ഛൻ വിചാരിച്ച, അതായത് ബാലു വിചാരിച്ചാൽ പോലും ബാലുവിനെ നിലക്കിരുത്താൻ പറ്റില്ല. ഉറപ്പ്? അറിയാതെ പറയണെങ്കിൽ അത് കറക്റ്റ് ആണ്. അച്ഛൻ ഇപ്പൊ ദേഷ്യത്തിന്റെ സങ്കടത്തിന്റെ നടുക്ക് ഒരു അവസ്ഥ നിൽക്കുകയാണ്. ഇപ്പൊ അച്ഛൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ആരും അച്ഛൻ്റെ അടുത്തടുക്കായിരിക്കുന്നതായിരിക്കും നല്ലത്. പോടാ. നിന്റെ അച്ഛന് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും നമുക്ക് ഓണം വന്ന പോലെയാണ്. അച്ഛനെ പോയിക്കൊണ്ട് വരണവൻ. എന്തായാലേ ഞങ്ങൾക്ക് ഒരാൾക്ക് ഫോണിലൊക്കെ നന്നായി, ഇല്ലെങ്കിൽ അതിനകത്ത് വിളിച്ച് ഒച്ച വെച്ചേനെ. എവിടെ അക്കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ചേട്ടാ ഫോൺ മേടിച്ചു തരാന്ന് പറഞ്ഞു. എപ്പോ മേടിച്ചു? ഈ മാസം, അടുത്ത മാസം. ഫോണല്ലേ നിനക്ക് ഓലപ്പ മേടിച്ചു തരാം. ഇവിടെ തെറി കെട്ടി ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ അവന്റെ ഫോൺ ഫോൺ. അച്ഛൻ ഇന്ന് ഫോൺ വിളിച്ച് കൊല്ലു കേട്ടോ. എന്ത് വാലു? അതെ, നമ്മളെല്ലാവരും കിച്ചണിലുണ്ട്. ചർച്ചടക്കാണ്. എന്ത് കുഴപ്പം? എല്ലാവരും പിരിഞ്ഞു പോകണമെന്നാ? ഓക്കെ, പിരിഞ്ഞു നോക്കിക്കോളാം. ഇവിടെ ചർച്ച നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ മോനെടുക്കാനോ ഫോൺ? കൊടുത്തേ. എന്താ എല്ലാം കൂടി എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലോ. ഒന്ന് പോയെന്ന് പേടിക്കൊന്നും വേണ്ട. അച്ഛൻ്റെ ഫോൺ സംസാരിക്കേ. ബാലു അവൻ പോയി. ശരി, ഇനി വരുമ്പോൾ വിളിക്കാം.